ഫോണിലേക്ക് വരുന്ന കോളുകൾ എടുത്ത് സംസാരിക്കാനോ ഫോണിൽ നിറയുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാനോ പോലും മനസ്സ് സമ്മതിക്കാതെ വരാറില്ലേ? നമ്മൾ കടന്നു പോകുന്ന മോശപ്പെട്ട സമയങ്ങളൊന്നും മറ്റൊരാളെയും ഒരു വാക്കിൻ്റെ പുറത്തു പോലും വേദനിപ്പിക്കരുത് എന്നോർത്ത് തന്നെയാണ് പലപ്പോഴും അത്തരം തീരുമാനങ്ങളിൽ നമ്മൾ എത്തുന്നുണ്ടാവുക. ഓരോ സമയങ്ങളിലൂടെയും കടന്നു പോവാനും അതിനെയെല്ലാം അതിജീവിക്കാനും കഴിയുന്നതും എത്ര മനോഹരമാണ്. മോശപ്പെട്ട കാലങ്ങളെ അതിജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുടെ കൂടെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നത് തന്നെയല്ലേ മനുഷ്യനെ ഇത്രമേൽ ഭംഗിയുള്ളതാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസവും സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്, എന്നും കൂടെയുണ്ടാവും എന്ന് പറഞ്ഞു കൂടെ കൂട്ടി അവർ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നോ അറിയാതെ പെട്ടെന്നൊരു നാൾ കയറി വന്ന ചിലർ അവസാനം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകും. മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതം എല്ലാവരെയും അവരവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ തിരക്കിലാക്കുന്നു. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കായിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മനോഹരമായ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്ന മുഖംമൂടിയാണ്. മൗനം അത് കലാക്ഷമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. എല്ലാ നേരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ മനുഷ്യർ തന്നെ എല്ലാ നേരവും ഒരേപോലെ ഇരിക്കണം എന്നില്ല. ഏതു നേരവും ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുന്ന, എപ്പോഴും ചിരിക്കാൻ മാത്രം അറിയാവുന്ന ആരെയും അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാൻ നമുക്കാവില്ലല്ലോ. ഒരു ചർച്ചയിൽ വിജയിക്കാൻ എന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ തന്നെ കസേരയിൽ നിന്നും എഴുന്നേറ്റു നടക്കാനുള്ള കഴിവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.